കേരള ബ്ലാസ്റ്റേഴ്സ്. ബ്ലാസ്റ്റ് എന്നാൽ പൊട്ടൽ, പൊട്ടിത്തെറി, തകർക്കൽ എന്നൊക്കെ അർത്ഥമുണ്ട്. ആ പേരിനോട് ഇത്രയും നീതി പുലർത്തുന്ന ഒരു ടീം വേറെയുണ്ടോ? എന്തൊരു പൊട്ടലായി പൊട്ടുന്നത്? ലീഗിലെ എല്ലാവരുടെയും ചെണ്ടയായി മാറിയിരിക്കുകയാണ് ഇത്തവണ, ഏറെക്കുറെ എല്ലാ തവണയും, കേരള ബ്ലാസ്റ്റേഴ്സ്. ഇതിപ്പോൾ എവിടുന്ന് പറഞ്ഞു തുടങ്ങുമെന്ന് വെച്ചാൽ എല്ലായിടത്തു നിന്നും പറയേണ്ടി വരും. പരിശീലനങ്ങളിൽ നിന്നും തുടങ്ങാം. ഒരു കമൻറ്റ് കണ്ടതാണ്, സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വാങ്ങിക്കൊടുത്ത് ചിക്കൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞ പോലെയാണ് കറ്റാലയും മാനേജ്മെൻറ്റും തമ്മിലുള്ള കോൺവെർസേഷൻ എന്ന്. ഏറെക്കുറെ സത്യവുമാണ്. വർഷം 12ആയി. ഇന്നേ വരെ ഇത്രയും മികച്ചൊരു ആരാധകരെ കിട്ടിയിട്ടും അവർക്ക് വേണ്ടി ഒരു നല്ല കാര്യം പോലും മാനേജ്മെൻറ്റ് ചെയ്തിട്ടില്ല. കളർ TV വന്ന ശേഷം കപ്പില്ലെന്ന് പറഞ്ഞ് എതിരാളികൾ കളിയാക്കിയിരുന്ന അർജന്റീനയും ഈ സാല കോപ്പ് കിട്ടുമെന്ന് പറഞ്ഞ് മറ്റുള്ളവർ കളിയാക്കിയിരുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ചോക്കേഴ്സ് എന്ന് വിളിച്ചിരുന്ന ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമും ഒടുക്കം കപ്പടിച്ചു. പക്ഷേ ഇവിടെ സെലിംകുമാർ പറഞ്ഞ പോലെ ഗുദാഹവ. മുകളിൽ പറഞ്ഞ അർജന്റീനയും RCBയും പ്രോട്ടിയാസുമെല്ലാം കപ്പ് കിട്ടാത്ത കാലത്തും നല്ല കളി കളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും നീണ്ട കാലയളവിലും ലോയലായി അവരുടെ കൂടെ ആരാധകരുണ്ടായിരുന്നു. ഇവിടെ അതല്ല സ്ഥിതി. എങ്ങനെ മോശമായി കളിക്കാമെന്ന കാര്യത്തിൽ ഡോക്ടറേറ്റ് എടുക്കാനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ ശ്രമിക്കാറുള്ളത്. ഇനി പഞ്ചാബിനെതിരെ അവസാനം നടന്ന ഹോം മാച്ചിലേക്ക്. സ്കോർ 3-1. ആദ്യ പകുതിയിൽ തന്നെ 3 എണ്ണം വാങ്ങി. പതിവ് പോലെ മിസ്പാസും പിണങ്ങി നിൽക്കുന്ന കമിതാക്കളെ പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത ഡിഫൻഡേഴ്സും എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ കണക്ക് മുന്നേറ്റവുമൊക്കെയായിരുന്നു കലൂരിലെ കാഴ്ച. സ്റ്റേഡിയത്തിൽ നേരിട്ട് പോയി കളി കണ്ട ആരാധകരെ സമ്മതിക്കണം. ഇത്രയും വലിയൊരു സ്റ്റേഡിയത്തിൽ ഇവർക്ക് പേടിയാവില്ല ഒറ്റയ്ക്ക് നിൽക്കാൻ. നമുക്ക് കളിയിലേക്ക് വരാം. ഹൈലൈൻ ഡിഫൻസ് തന്ത്രം വേഗമേറിയ മുന്നേറ്റനിരയുള്ള പഞ്ചാബിനെതിരെ ഇറക്കിയെന്നത് ആദ്യത്തെ ഫോൾട്ട്. സൂപ്പർ സ്ട്രൈക്കർ ഇഫ്യോങ് ഇല്ലാതിരുന്നിട്ടും തുടക്കം മുതൽ തന്നെ പഞ്ചാബ് കേരളത്തെ വിറപ്പിച്ചുകൊണ്ടിരുന്നു. തുടക്കത്തിൽ തന്നെ ഗോളി അർഷിന് റെഡ് കിട്ടേണ്ടതായിരുന്നു. ഒരു ഷുവർ ഗോൾ സ്കോറിംഗ് ചാൻസാണ് ഔട്ട് ചെയ്ത് കൈകൊണ്ട് തട്ടിയത്. വരാനിരിക്കുന്ന വലിയ ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, റഫറി യെല്ലോ കൊടുത്ത് കോംപ്ലിമെൻറ്റ്സ് ആക്കി. പക്ഷേ കിട്ടേണ്ടത് കിട്ടി. മത്സരം 38 മിനിറ്റ് പിന്നിട്ടപ്പോഴേക്കും ബ്ലാസ്റ്റേഴ്സ് വാങ്ങിക്കൂട്ടിയത് 3 ഗോളുകളാണ്. മൂന്നാം ഗോളൊക്കെ എങ്ങനെ പൊസിഷൻ ചെയ്യരുത് എന്ന് അക്കാദമി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പാകത്തിലുള്ള ഗോളാണ്. ബോക്സിന് പുറത്തു നിന്ന് വന്നൊരു ലോങ് ഷോട്ട് ക്രോസ് ബാറിൽ തട്ടിത്തെറിച്ചപ്പോൾ ക്ലിയർ ചെയ്യാൻ ആരുമുണ്ടായില്ല. ആ ഷോട്ട് വരുന്ന സമയത്ത് തന്നെ പഞ്ചാബ് ക്യാപ്റ്റൻ ഡാനിയൽ റാമിറസ് ഓടി വരുന്നത് കാണാം. ബാറിൽ തട്ടിത്തെറിച്ചു വന്ന പന്ത് അനായാസം ഗോളിലേക്ക് ഹെഡ് ചെയ്തു റാമിറസ്. ഡിഫൻഡർ സന്ദീപ് സിംഗ് ഒക്കെ പോപ്കോണും കഴിച്ച് TV-യിൽ കളി കാണുന്ന ലാഘവത്തോടെ ആ പന്തും ഓടി വരുന്ന റാമിറസിനെയും ഒക്കെ നോക്കി നിൽക്കുകയാണ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഹോർമിപ്പാമാണെങ്കിൽ മിസ്പാസിൻ്റെ അയ്യര് കളി. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മാച്ച് ബ്ലാസ്റ്റേഴ്സ് വൈറ്റ് ജേഴ്സിയിലാണ് കളിച്ചത്, സാൾട്ട് ലേക്കിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ. പഞ്ചാബാണെങ്കിൽ ഇന്നലെ ഇറങ്ങിയത് വൈറ്റ് ജേഴ്സിയിലും. ഇനി എല്ലാം കൂടെ കൺഫ്യൂഷനായി മുപ്പര് പാസ്സായിട്ട് തന്നെ കൊടുത്തതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. മിഡിൽ നന്നായി ഹോൾഡ് ചെയ്ത് കളിക്കുന്ന, സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു ക്വാളിറ്റി പ്ലെയർ ഇല്ലാത്ത ടീം ഒരിക്കലും ചേരാത്ത ശൈലിയുമായാണ് കളിക്കുന്നത്. സീസണിൽ ഇതാദ്യമായാണ് തൊട്ടു മുൻപത്തെ മത്സരത്തിലെ അതേ 11 തന്നെ കറ്റാല വീണ്ടും ഇറക്കുന്നത്. മറന്നുപോയതാവും. പക്ഷേ 2 ഗോൾ വീണതോടെ 2 ചേഞ്ച് വരുത്തി. വിപിൻ മോഹനും ഐബൻ ഡോലിങ്ങും പുറത്ത്. മർലോൺ ട്രുഹിയോയും ജയ് കുറ്റോങ്ങോയും കളത്തിൽ. എന്നിട്ടോ ഒരു കാര്യവുമില്ലാതെ മർലോൺ റെഡും വാങ്ങിച്ചു പോയി, അതും വെറുതെ ഒരു ഫൗൾ ചെയ്ത്. പിന്നെ പണ്ടാണെങ്കിൽ ആ പ്ലെയർക്ക് 1 മാച്ച് സസ്പെൻഷൻ ഉണ്ടാകും, അടുത്ത കളി കളിക്കില്ല, കോച്ച് ടാക്ടിക്സ് മാറ്റേണ്ടി വരുമെന്നൊക്കെ പറയാം. ഇതിപ്പോൾ കളിച്ചാലും കളിച്ചില്ലെങ്കിലും കണക്കാം, അതുകൊണ്ട് അത് വിടാം. ഈ ടീമിനെ പരിശീലിപ്പിക്കാൻ സാക്ഷാൽ പെപ് ഗാർഡിയോള വന്നിട്ടും കാര്യമില്ല. എന്തായാലും താങ്ക് യു എന്ന് പറഞ്ഞ് കോച്ചിനെ പറഞ്ഞു വിട്ട് പോസ്റ്റ് ഇട്ടാലൊന്നും പഴയ പോലെ വർക്കാവില്ല. മാനേജ്മെൻറ്റിനെതിരെ ഓൾറെഡി ഒഫീഷ്യൽ ഫാൻ ഗ്രൂപ്പ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ബാനറും ടിഫോയും ഒക്കെ മടക്കി വെച്ചു ആരാധകർ. ശരിക്കും ആരാധകരല്ല, മാനേജ്മെൻറ്റാണ് പോകേണ്ടത്. കപ്പില്ലെങ്കിലും കുഴപ്പമില്ലാന്നേ, നന്നായി കളിച്ചിട്ട് തോൽക്ക്. ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. സുഷാൻ മാത്യുവിൻ്റെ കേളറും CK വിനീതിൻ്റെ ആ ലാസ്റ്റ് ടൈം ഗോളും, ഹോസുക്രൈസിൻ്റെ അസിസ്റ്റുകളും, ആരോൺ ഹ്യൂസിൻ്റെ ക്യാപ്റ്റൻസിയും, അഡ്രിയാൻ ലൂണയുടെ ആത്മാർത്ഥതയും, അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ. ഇവരൊന്നും ബ്ലാസ്റ്റേഴ്സിന് കപ്പ് നേടിക്കൊടുത്തിട്ടില്ല. പക്ഷേ ഇവരൊക്കെ കളിച്ചത് ടീമിനും ഫാൻസിനും വേണ്ടിയായിരുന്നു. തോൽക്കുമ്പോഴും 90 മിനിറ്റ് പൊരുതിയെന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതല്ല സ്ഥിതി. എന്തായാലും നിലവിൽ 6 മത്സരം കഴിഞ്ഞപ്പോൾ 5 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് പട്ടികയിൽ 13ാം സ്ഥാനത്താണ്. താങ്ക്സ് ടു മുഹമ്മദൻസ്. അവരിതുവരെ അക്കൗണ്ടേ തുറന്നിട്ടില്ല. പക്ഷേ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 2 കളി കുറവാണ് അവർ കളിച്ചത്. ബൈ ദ വേ 31-ന് ഇതേ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ മത്സരമുണ്ട്. AFC ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഹോങ്കോങ്ങാണ് എതിരാളികൾ.
യോഗ്യത എന്നേ നഷ്ടമായ ഒരു ടീമിനും ഫലം അപ്രസക്തമാണ്. പക്ഷേ റാങ്കിങ്ങിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് മാത്രം. ഇന്ത്യ 2016 കൊച്ചിയിലൊരു അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം കളിക്കുന്നത് തുർക്ക്മെനിസ്ഥാനെതിരെ. 10 വർഷത്തിന് ശേഷം ഇന്ത്യൻ ടീം വീണ്ടും ഇവിടെ കളിക്കാൻ വരികയാണ്. പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകരെ, വരൂ നമുക്ക് ദേശീയ ടീമിന് വേണ്ടി കൈയടിക്കാം.